അവന്റെ കുടുംബവും കുട്ടിയെല്ലാം കളഞ്ഞിട്ടാൻ പോയിരിക്കുന്നത്. അവിടെ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും. ട്രോള് ചെയ്യുന്നവര് ട്രോള് ചെയ്യും. അത് എന്റെ മോനെന്നല്ല, എല്ലാ മനുഷ്യരും. നമ്മൾ ഈ നഷ്ടങ്ങളെ പറ്റി ഓർക്കുന്നില്ല. വള്ളങ്ങളെല്ലാം സജ്ജമാണ്. ബോട്ട് പൊട്ടിപ്പോകുന്നവരുണ്ട്. ഓരോ ആപത്ത് വന്ന് അവരെ ഓടിയത്. പ്രളയം വന്നെന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങുന്നുണ്ട്. ഒരാൾ കമിഴ്ന്ന് കടന്ന് വള്ളത്തിൽ ഏതാണ്ട് കൊല്ലക്കാരതല്ല. രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോഴാണോ അങ്ങോട്ട്? നിരവധി പ്രിയപ്പെട്ടവരുടെ ജീവൻ അപകരിച്ചുകൊണ്ട് മഴക്കെടുതി നാശം വിതയ്ക്കുകയാണ്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കം മൂലം നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. വാർത്ത കേട്ട ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി കൊല്ലത്തു നിന്നും ഒരു സംഘം സജ്ജമായി കഴിഞ്ഞിരുന്നു. നിരവധി ബോട്ടുകളും വള്ളങ്ങളുമായി ഈ സ്ഥലങ്ങളിലേക്ക് പാഞ്ഞു പോവുകയാണ് ഉണ്ടായത്. സമൂഹ മാധ്യമങ്ങളിൽ കൊല്ലത്തുകാരെ കുറിച്ച് നിരവധി ട്രോളുകൾ ഉണ്ടാവാറുണ്ട്. പപ്പടം, പായസം, ലേസ് എന്നൊക്കെ പറഞ്ഞ് നിരവധി ആക്ഷേപങ്ങളും ഉണ്ടാവാറുണ്ട്. മനുഷ്യന്, സഹോദരങ്ങൾക്ക് ഒരാവശ്യം വന്നാൽ ജീവൻ പോലും പണയം വെച്ച് പെട്ടെന്ന് ഓടിയെത്തുന്നത് കൊല്ലത്തുകാരാണ്. കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഉടനെ തന്നെ കൊല്ലത്തുനിന്ന് പോയോ? എന്നാ പോയത്? പോയി ശനിയാഴ്ച രാത്രി 12 മണി ആ സമയത്താണ് പുറപ്പെട്ടത്. കാത്തു നിൽക്കുകയാണോ ഇനിയിപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു 10-15 വള്ളത്തോളം കയറി വടക്കോട്ട് പോയിട്ടുണ്ട്. വെള്ളം ആറന്മുള, പത്തനംതിട്ട, റാന്നി ആ ഭാഗങ്ങളിൽ പോയി. ഇനിയും വള്ളങ്ങൾ കയറ്റാനുണ്ട്. 7-8 ഇനിയും ഇരിക്കുന്നു. പക്ഷെ ലോറിയില്ല. ലോറിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ലോറി വന്നു കഴിഞ്ഞാൽ കേട്ടിട്ട് കൊല്ലത്തുകാരുടെ പേരിൽ പറയുമ്പോൾ പലതരത്തിലുള്ള ഈ ട്രോളുകളൊക്കെ വരാറുണ്ട്. കൊല്ലം പൊറോട്ടയ്ക്ക്, ഐസ്ക്രീമിന്, അതിന് ഇതിന് അടികൂടുന്നവർ, ട്രോള് ചെയ്യുന്നവര് ട്രോള് ചെയ്യും. നമ്മളെ ഈ ചെറിയ ഈ സംഭവങ്ങളായിരിക്കും ആൾക്കാർ വികസിപ്പിച്ച് ചോദിച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് കൊല്ലംകാർ ചെയ്യുക. അത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ കഴിഞ്ഞ പ്രളയത്തിന് സംഭവിച്ചതാണ്. കഴിഞ്ഞ പ്രളയത്തിനും ആവശ്യ സമയത്ത് ഞങ്ങൾ എല്ലാവർക്കും വേണമായിരുന്നു. എല്ലാം കഴിഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് തന്നെ ആ രക്ഷപ്പെടുത്തിയത് തന്നെ ഇഞ്ചിൻ നഷ്ടമായി, വള്ളം നഷ്ടമായി, ഒരേ കാര്യങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ട്. ഒരു ഇഞ്ചിന് നഷ്ടമായി, വള്ളം നഷ്ടമായി, പിന്നെ ഒരേ ഇത് അപകടം, ഒരുപാട് സംഭവം നഷ്ടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഒരു പ്രതിഫലം ഇല്ല കേട്ടോ സർക്കാരൊക്കെ. കഴിഞ്ഞ പ്രളയത്തിലാണ് ചെയ്യാനുള്ളൊരു മനസ്സുകൂടെ ആണല്ലോ. നമ്മളീ നഷ്ടങ്ങളെ പറ്റി ഓർക്കുന്നില്ല. നമ്മളൊരു ജീവനെ രക്ഷിക്കണം. മനുഷ്യജീവനാണ് നമ്മൾ നോക്കുന്നത്. നമ്മള് നഷ്ടങ്ങളോ കാര്യങ്ങളോ നമ്മൾ പിന്നീട് അത് നോക്കത്തുള്ളൂ. നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ കുടിക്കുന്ന മനുഷ്യ ജീവങ്ങളാണ്. അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തിയുടെ ഇതായിരിക്കാം. അവരെ നമ്മൾ സഹായിക്കുമ്പോൾ നാളെ സമയം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ആപത്ത് വന്നാൽ അടുത്തൊരു സഹായിക്കുന്നത് മനസ്സാണ്, ഒരു ചിന്തയാണ്. ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ഇവിടെ അപ്പോഴേ പോയത്. വാർത്ത അങ്ങനെയാണ് വന്നത്. കൊല്ലത്തിന്റെ ഞായറാഴ്ച വെളുപ്പില് 2 മണിക്കാണ് വള്ളം ഇവിടുന്ന് പുറപ്പെട്ടു. പോർട്ട് കൊല്ലത്ത് പോയിട്ട് അവിടുന്ന് ആദ്യം സ്റ്റാർട്ടിങ് ഒരു വള്ളമാണ് പോയത്. പിന്നെ അതിനുശേഷമാണ് ഇവിടുന്ന് വള്ളങ്ങൾ ഒരുപാട് വേണമെന്ന് അത്യാവശ്യം വന്ന് പറഞ്ഞപ്പോഴേക്കും വള്ളങ്ങളെല്ലാം സജ്ജമാണ്. വള്ളങ്ങളെല്ലാം സജ്ജമാണ്. പറഞ്ഞത് തന്നെയാണല്ലോ, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൊല്ലത്ത് നിന്നുള്ള വള്ളങ്ങൾ ഇതും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. കൊച്ചു കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, വലിയ വിഷയമായിട്ട് നമുക്ക് സഹായിക്കാനുള്ള മനസ്സേ ഉള്ളൂ. ചെറിയ ട്രോളൊക്കെ പറയുന്നുണ്ട്. കരട് പകുത്തു കൊടുക്കുന്നവരാണ് കൊല്ലൊക്കെ. അതൊക്കെ ഉണ്ട്. അതിന് യാതൊരു സംശയമില്ല. അതപ്പം പ്രളയം വന്നെന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങുന്നുണ്ട്. ആ രാത്രി തന്നെ, പാതിരാത്രിയാണ് നമ്മൾ വെള്ളം ഇറങ്ങുന്നത്. കൊല്ലക്കാരങ്ങനെയാണ് അല്ലേ? അപ്പൊ ഇതിപ്പോ ഇനിയും ഒരുപാട് വള്ളങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇനിയും അവിടെ നിന്ന് വിളിക്കുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് ബോട്ട് കയറി പോകുന്ന തയ്യാറായിട്ട് നിൽക്കണം. ആൾക്കാർ സജ്ജമാണ്. എല്ലാം സജ്ജമാണ്. ലോറി വന്നു കഴിഞ്ഞാൽ കേട്ടിട്ട് പോയാൽ മതി. കയറ്റാൻ വേണ്ടിട്ട് ഇല്ല, നമുക്ക് ഈ കടലിൽ ഓടുന്ന കണക്കല്ല അവിടെ ഓടുന്നത്. നമ്മള് ബിൽഡിംഗ് എവിടെയാണ്, പോസ്റ്റ് എവിടെയാണ് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നമ്മളങ്ങ് പോകുമ്പോഴത്തേക്കും ആ തട്ടുമുട്ട് കിട്ടും. ചിലപ്പോൾ എഞ്ചിൻ കയറി മതിലിടിക്കും. അപ്പൊ എല്ലാ കേടുപാടുകളും വരും. പക്ഷെ കഴിഞ്ഞ പ്രളയത്തിന് പോയപ്പോൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ കേടുപാടുകളിലെല്ലാം ഒരു 100 പേര് പോയവർക്ക് ഒരു 20 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒരു 80% പേർക്കും കിട്ടിയിട്ടില്ല. അവരുടെ സ്വന്തം പൈസ കൊടുത്താണ് അവരുടെ ഉപജീവനം. അവരുടെ സ്വന്തം മുതലുകൊണ്ടാണല്ലോ പോകുന്നത്. പക്ഷെ അവിടുത്തെ തിട്ടങ്ങളില്ലാതെ ഓടുമ്പോൾ അവിടെ എവിടെയും തട്ടിമുട്ടി പോകുന്നതാണ്. അതിപ്പം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സംഭവിക്കുന്നതാണ്, നാച്ചുറലി സംഭവിക്കുന്നതാണ്. അതിനൊരു പരിഹാരം കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഇതിൽ നടന്നിട്ടില്ല.
നടന്നു. അതുകൂടെ വേണം. നടന്നത് തുച്ഛമായ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റിൽ ഈ 2018 പ്രളയത്തിൽ പോയാൽ തുച്ഛമായ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. മൊത്തം പേരും കിട്ടിയിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പതി പോകുന്നു. ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റെങ്കിലും ആ ഗവൺമെന്റ് അനാസ കാണിക്കാതെ പോകുന്ന യാനങ്ങളുടെ കേടുപാടുകളെല്ലാം വന്നാൽ അത് കറക്റ്റോടെ ചിന്തയോടെ ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നു. എന്റെ മോൻ എല്ലാ പ്രാവശ്യവും ഉണ്ട്. ഈ പ്രാവശ്യം എന്റെ മോൻ പോയിരിക്കുക അവിടെ രക്ഷാപ്രവർത്തനം. അവിടെ നിൽക്കുക എന്റെ മകൻ. ഇവിടുത്തെ പണിയെല്ലാം കളഞ്ഞിട്ടാ ഈ രക്ഷാപ്രവർത്തനം പോകുന്നത്. അവരുടെ മനസ്സിലിരിക്കുന്നത് എല്ലാ മനുഷ്യരെ രക്ഷിക്കുക, എല്ലാവർക്കും നന്മ ചെയ്യുക, അല്ല ആരുടെ ഗവൺമെന്റിന് ഒരു പ്രതിഫലം പറ്റാനോ അവരുടെ ഒരു ഇത് മേടിക്കാനോ അല്ല, ലാഭത്തിനല്ല ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും നന്മ ചെയ്യുക. അത് എന്റെ മോനെന്നല്ല, എല്ലാ മനുഷ്യരും. കൊല്ലക്കാർ പ്രത്യേക ഒരു ചിന്തയാണത്. ആരുടെയും സഹായം പ്രതീക്ഷിക്കുന്നില്ല. ഈ ഗവൺമെന്റ് അവർക്ക് ആർക്കും സഹായം ചെയ്തിട്ടുമില്ല, ചെയ്യാൻ ഉദ്ദേശവുമില്ല. പക്ഷെ ഇത്രയും രക്ഷിക്കുന്ന ആൾക്കാരെ കുറിച്ച് അവർക്ക് ഈ ഒരു ഫേസ്ബുക്കിൽ ഇടാനോ മറ്റേ നല്ല കാര്യം പറയാനോ അവരെ ആക്ഷേപം പറയുന്നല്ലാതെ അവർ ചെയ്യുന്ന നന്മ അവർ പറയുന്നില്ല. അതെല്ലാം പച്ചക്കള്ളമാണ്. യഥാർത്ഥ കൊല്ലക്കാരതല്ല. മനുഷ്യൻ നന്മ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രാവശ്യം ഒരു പ്രളയത്തില് ഒരാൾ കമിഴ്ന്ന് കടന്ന് വള്ളത്തിൽ 2-3 പേരെ കേറാൻ അയാളെ രക്ഷിച്ച്. പക്ഷെ അയാളുടെ രൂപം അയാളുടെ മുഖത്ത് ചവിട്ടിയിട്ടാണ് കേറിയത് വള്ളത്തില്. അത് കൊല്ലക്കാർ ചവറിലുള്ളത്. ഈ മിഷ്യൻ പോകുന്നവരുണ്ട്, ബോട്ട് പൊട്ടിപ്പോകുന്നവരുണ്ട്, ജീവൻ പോകുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇവര് ഒരു പരിഗണന ഇവർ കൊടുക്കുന്നില്ല. അവർക്ക് അവർ ആപത്ത് വന്ന് അവരെ ഓടിയെത്തും. പക്ഷെ അവരെ ഒരു പരിഹസിച്ചിട്ടിരിക്കുക, ഒരു കളിയാക്കല്. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും. ഏതൊരു ആപത്തോട് മുൻപന്തിൽ നിൽക്കും. അതല്ല ഇങ്ങനെ സ്വന്തക്കാരാണ് ബന്ധക്കാരൊന്നും നോക്കത്തില്ല. ആരായാലും അവർ ചെയ്യും. അതാ കൊല്ലക്കാരുടെ സ്വഭാവം. ഇത് പക്ഷെ ആരും അത് ചിന്തിക്കുന്നില്ല. ഓടിയെത്തും. ഇപ്പോഴും എത്തും. എന്റെ മോൻ ഇപ്പോഴും പോയിരിക്കുക. അവന്റെ കുടുംബവും കുട്ടിയെല്ലാം കളഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അവിടെ. ഈ 3 ദിവസം കൊണ്ട് ആരും അവൻ അറിയത്തില്ല. അവൻ മുൻപന്തിൽ നിൽക്കുക അയാള്. ഇപ്പോഴവിടെ ഉണ്ട്. അല്ല എന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചു, എന്റെ ഭാര്യക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും അയാൾ തിരക്കുന്നില്ല. നിരവധി പേരാണ് ഒരുപാട് പേര്. എന്റെ മോൻ മാത്രമല്ല ഒരുപാട് പേര് പോയിട്ടുണ്ട്. അതിൽ ഒരു അംഗമാണ് എന്റെ മോനും.